ചേരിക്കോണത്ത് ദിവസങ്ങളുടെ ഇടവേളയിലാണ് ഒരു വീട്ടിലെ 2 പെൺകുട്ടികൾ മരണത്തിന് കീഴടങ്ങിയത്. നീതുവും ഒപ്പം തന്നെ സഹോദരി മീനാക്ഷിയും പഠിക്കുന്നതിനൊക്കെ മിടുക്കികളായിരുന്നു. കോച്ചിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോയി വീട്ടുകാർ വലിയ പ്രതീക്ഷയോടെ ആയിരുന്നു അവരെയൊക്കെ വളർത്തിയിരുന്നത്. പക്ഷേ മഞ്ഞപ്പിത്തം ബാധിക്കുകയും അതിന് പിന്നാലെ ആ കുടുംബമൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു ചികിത്സ ലഭിച്ച് ചികിത്സയുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് വളരെ സങ്കടത്തോടുകൂടെ പിതാവ് ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നാമതായിട്ട് ഏറ്റവും ഇളയ കുട്ടിക്കാണ് ഈ അസുഖം സ്ഥിരീകരിച്ചുകൊണ്ട് SIT ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കുട്ടിയെ പരിചരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സഹോദരിമാർ 2 പേരും അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ മഞ്ഞപ്പിത്തം ഇവിടെ പിടിപെട്ടു ഹെപ്പറ്റൈറ്റിസ് A എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഇവിടെ ഫാമിലി ഹെൽത്ത് സെൻറ്റർ ഒരു വിളിപ്പാടകലെ ഒരു 50 മീറ്റർ അപ്പുറത്തെ ഉള്ളതാണ്. അവിടെ വിളിച്ചപ്പോൾ അച്ഛനോട് പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ നിന്നും റിപ്പോർട്ട് അയക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടികൾക്കും അസുഖം ബാധിക്കുകയാണ്. ഈ കുട്ടികളെ മെഡിക്കൽ കോളേജിൽ കിടത്തുന്നു. അതാണ് ഏറ്റവും കൃത്യതയോടുകൂടി പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്. ആ മെഡിക്കൽ കോളേജിൽ ഷർദിലിനകത്ത് ഒരു അച്ഛൻ വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തറയിലാണ് കിടക്കുന്നത്. ഓരോ ആഹാരം ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ കഞ്ഞി വായിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ കഞ്ഞി ഇറക്കുക, ഛർദ്ദിക്കുക, ഛർദിലിൻ്റെ മുകളിൽ കിടക്കുന്ന സാഹചര്യം. അതിനുശേഷം 10 ദിവസം തുടർച്ചയായിട്ട് ഛർദ്ദിക്കുന്നു. അവസാനത്തെ 2 ദിവസം നിർത്താതെയുള്ള ഛർദില്. ഈ ഛർദില് കണ്ട് പേടിച്ച് ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഇത് മെഡിക്കൽ കോളേജാണ്, ഇവിടെ ഇങ്ങനെ പറ്റൂ എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എന്താണ് ഇത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് പൊതുപ്രവർത്തനം എന്നുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം ഈ പാവപ്പെട്ട കുട്ടികളുടെ 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ കുടുംബം അനാഥമായിരിക്കുകയാണ്. ഒരു നിർധന കുടുംബമാണ്. അവർക്ക് സാമ്പത്തികമായി ഒരു പരാധീനതയുള്ള ഈ കുടുംബത്തിന് സർക്കാർ സാമ്പത്തികമായി സഹായം നൽകണമെന്നും പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സ കഴിയുന്ന ആ കുട്ടിയുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായിട്ടും സർക്കാർ ഏറ്റെടുക്കണമെന്നുമാണ് ഒരു പൊതുപ്രവർത്തനം എന്നും രാഷ്ട്രീയ പ്രവർത്തനം എന്നതിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. വെള്ളം ഇവിടെ വളരെ വിഷയമാണ്. ഇവിടെ തൊട്ടുമുള്ളൊരു കനാലുണ്ട്. കനാല് കാലാകാലങ്ങളായി വൃത്തിയാക്കിയാണ് കനാല് തുറന്നു വിടാറുള്ളത്. ഇപ്പം ഈ 2 വർഷമായിട്ട് കനാൽ വൃത്തിയാക്കുകയോ കോഴി വേസ്റ്റും ആട്ടിൻ്റെ വേസ്റ്റും എല്ലാം കൊണ്ടിടുന്ന ആ കനാലിൽ വെള്ളം തുറന്നു വിട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ഇവിടെ 1-2 സ്ഥലത്ത് പൊട്ടിയിട്ടുണ്ട്. ആ വെള്ളം നേരെ വരുന്ന ഈ പ്രദേശത്താണ്. ഈ പ്രദേശത്ത് വന്നിട്ട് ഈ പ്രദേശത്ത് ആ കിണറ്റിലെല്ലാം ഈ വെള്ളമാണ്. ഈ വെള്ളത്തിനൊരു ഭയങ്കരമായൊരു വെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. അതൊന്ന് പരിഹരിക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പ് കൃത്യമായി ഇടപെടണം.